ഉഴുന്ന് ബോണ്ട ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ഉഴുന്ന് 3 പ്രാവശ്യം കഴുകിയ ശേഷം 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. 2 മണിക്കൂറിന് ശേഷം 2 ബാച്ചായിട്ട് ഇത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ ഉഴുന്ന് കുതിർത്ത ആ വെള്ളം ഉപയോഗിച്ചും നിങ്ങൾക്കിത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 നുള്ള് കായം, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കുരുമുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് ചതച്ച കുരുമുളകും ഇതിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് കൂടാതെ തന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞതോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തോ ഒക്കെ തന്നെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് എണ്ണ ഡീപ് ഫ്രൈക്ക് വേണ്ടിയിട്ട് ചൂടാക്കാനായിട്ട് വെക്കാം. എണ്ണയുടെ ചൂടറിയാനായിട്ട് ഒരു ചെറിയ കഷ്ണം മാവ് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. 1 സെക്കൻഡിനുള്ളിൽ തന്നെ അത് പൊള്ളി വരുന്നുണ്ട്. എണ്ണയുടെ ചൂട് കറക്റ്റാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഡീപ് ഫ്രൈക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ചെറിയ തീയിൽ വെച്ച് ഓരോ ഉരുള മാവായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു സമയം 5 ബോണ്ടയാണ് ഞാൻ വറുത്ത് കോരുന്നത്. ചീനച്ചട്ടിയുടെ വാവട്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താം. മാവ് എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് ചെറിയ തീയിൽ വയ്ക്കുക. എല്ലാം ഇട്ട ശേഷം മീഡിയം തീയിലിട്ട് വറുത്ത് കോരി എടുക്കാം. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ അത് തിരിച്ചിട്ട് കൊടുക്കാം. ഉഴുന്ന് ബോണ്ട നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നല്ല ഗോൾഡൻ കളറാവും. ഇതുപോലെ എല്ലാ സൈഡും ഒരേ കളറായിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് വറുത്ത് കോരി സ്ട്രെയിനറിലോട്ട് മാറ്റാം. നല്ല ചൂടോടുകൂടി ഉഴുന്ന് ബോണ്ട തേങ്ങാ ചട്നിയോടൊപ്പം സെർവ് ചെയ്യാം. ഈ ഒരു അളവിൽ ഉണ്ടാക്കുമ്പോൾ 25 ബോണ്ട വരെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക്